ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ട് ഹല ഹാംസ് എന്ന് പറഞ്ഞ പുതിയൊരു കടയിൽ കഴിക്കാൻ വേണ്ടി ചെന്നാണ്. മെനു ഈ കാണുന്നതാണ്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് 2-3 ഐറ്റംസാണ് ട്രൈ ചെയ്തത്. ഹമസ് വിത്ത് ഇറ്റാലിയൻ ബീഫ് സ്ലൈസസ്, ലൈം ടീ, 2 ഫലാഫൽ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ അധികം പാർക്കിംഗ് സ്പേസോ ഡൈനിങ് സ്പേസോ ഒന്നും ഇല്ല. ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. നല്ല നീറ്റാണ്, ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെക്യൂർഡാണ്, പൊടിയൊന്നും അടിച്ച് കയറാത്ത വിധത്തിൽ. ഓർഡർ കൊടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ട് ഫലാഫൽ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോഴേക്കും എൻ്റെ ഡിഷ് വന്നു, ഹമ്മസ് വിത്ത് ഇറ്റാലിയൻ ബീഫ് സ്ലൈസസ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ടിക്ക ആൻഡ് കബാബ് അമീനിലുള്ള ഹമ്മസ് വിത്ത് ടിക്ക റോബ് എന്ന് പറഞ്ഞ ഡിഷാണ്. ബീഫ് ഇവർ വെൽഡൺ ആക്കി കളഞ്ഞു എന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് തോന്നി. കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ബീഫ് ഓവറായിട്ട് കുക്കായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കുബൂസ് സെമി ഫ്ലൈൻ ഡിസ്ക് ആയിരുന്നു. എറിഞ്ഞാൽ മുറിയുന്ന ടൈപ്പ് അല്ലെങ്കിൽ പോലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാനിവിടെ തുറന്നു പറയുന്നു. മൊത്തത്തിൽ ഈ ഡിഷ് 150 രൂപയ്ക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഹമസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റുള്ള ഹമസ് ആയിരുന്നു. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് ഞാൻ അത് കഴിച്ച് തീർത്തു ഒരു വിധത്തിൽ. ഓൾ താങ്ക്സ് ടു ദാറ്റ് ഹമസ്. ഇതേ ഡിഷിലുള്ള ഹമ്മസ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് അതിലെ ബീഫ് വെൽഡൺ ആക്കാതെ ഒരു മീഡിയം റെയറിൽ ചെയ്തിരുന്നെങ്കിൽ വളരെ അടിപൊളി ഡിഷായി മാറിയാനെന്നാണ് എൻ്റെ അഭിപ്രായം. കാണാൻ ഭയങ്കര രസമുണ്ടെങ്കിലും ഇത് മീഡിയം റെയർ അല്ലെങ്കിൽ റെയർ ആയിട്ട് കഴിച്ചിരുന്നെങ്കിൽ വേറെ ഫീലായിരുന്നു തന്നെ. ലൈം ടീ അവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫലാഫൽ ഓർഡർ ചെയ്ത് വന്ന് 2 ഫലാഫലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരെണ്ണത്തിന് 15 രൂപയാണ്. ഞാൻ വെജ് ഫുഡിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ ഈ ഫലാഫൽ ഉണ്ട്, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫില്ലിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫലാഫൽ എന്ന് ഞാൻ പറയും. ഈ ബീഫ് കഴിച്ച് തീർക്കാനാണ് ഞാൻ ഏറ്റവും പാടുപെട്ടത്. അവസാനമായപ്പോഴേക്കും ഇടിയിറച്ചിയൊക്കെ പോലെ കുറച്ച് ഹാർഡായി പോയി. ചൂട് പോയപ്പോഴേക്കും സംഭവം ഓവർ ഹാർഡായി. പിന്നെ ഞാൻ ലൈം ടീയുടെ സഹായത്തോടെ ഒരു വിധത്തിൽ കഴിച്ചിറക്കി. അപ്പോൾ ഫുഡൊക്കെ മൊത്തം അടിച്ച് തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ് വാസ് ഓക്കെ. പൊറ്റക്കുഴി ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മെയിൻ റോഡിൽ തന്നെയാണ്. ഒരു ഓക്കേഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ട് വീണ്ടും പറയാം. എന്തായാലും തൊട്ടപ്പുറത്തുള്ള ലിറ്റിൽ ഷെഫിൽ കയറി 2 സാധനങ്ങളും മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് വയറൊന്നും നിറഞ്ഞത്.